നമസ്കാരം. പാലക്കാട് തൃത്താലയിൽ മസ്ജിദ് സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ ഹമാസ് ഭീകര നേതാക്കളുടെ ചിത്രം പ്രദർശിപ്പിച്ചു. മസ്ജിദ് ഉറൂസിന്റെ ഭാഗമായുള്ള ദേശീയോത്സവ ഘോഷയാത്രയിലാണ് അഹമ്മദ് അൽ ഗദൌർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപക വിമർശനവും പ്രതിഷേധവും ഉയരുന്നുണ്ട്. മസ്ജിദിന്റെ തെക്കേ വിഭാഗമാണ് ഘോഷയാത്രയിൽ ഭീകര നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. ഘോഷയാത്രയ്ക്കിടെ ഇവരുടെ ചിത്രങ്ങൾ തെക്കേ ഭാഗത്തിലെ അംഗങ്ങൾ ആനപ്പുറത്ത് ഉയർത്തിക്കാട്ടുകയായിരുന്നു. ഇസ്രായേൽ വധിച്ച യഹ്യ സിൻവർ, ഇസ്മായിൽ ഹനിയ എന്നിവരുൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. തറവാടുകൾ തെക്കേ ഭാഗം, മിന്നൽപ്പണം തെക്കേ ഭാഗം എന്നിങ്ങനെയായിരുന്നു ചിത്രങ്ങൾ എഴുതിയിരുന്നത്. കുട്ടികളുടെ കൈവശം ഈ ചിത്രങ്ങളും ഇതിനോടനുബന്ധിച്ചുള്ള ചെറിയ പോസ്റ്ററുകളും ഒരു വിഭാഗം നൽകിയിരുന്നു. ഇവരുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി കുട്ടികൾ ആർത്തു വിളിച്ചു. സംഭവം കണ്ടതോടെ ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. പ്രദേശവാസികളെ ചിലർ ഭീകര നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് സംഘാടകരോട് ചോദിച്ചു. എന്നാൽ കൃത്യമായ മറുപടി നൽകാതെ ഇവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പോസ്റ്ററുകളും ചിത്രങ്ങളും കയ്യിലേന്തിയുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിൽ വ്യാപക പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. പ്രാദേശിക ഉത്സവത്തിൽ കോൺഗ്രസ് നേതാവ് VT ബൽറാം, മന്ത്രി MP രാജേഷ് എന്നിവർ ഉണ്ടായിരുന്നു. ഇത് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ചിത്രമുണ്ടായിട്ടും ഇത് ചോദ്യം ചെയ്യാതെ പരിപാടിയിൽ പങ്കാളികളായത് പല അഭ്യൂഹങ്ങൾക്കും കാരണവുമായിട്ടുണ്ട്. അതേസമയം ഇതിനോട് സംഘാടകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പരിപാടികളാണ് കേരളത്തിൽ അരങ്ങേറിയത്. ഇത് ചെറുതും വലുതുമായ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കേരള സർവകലാശാലയുടെ യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് നൽകിയതുൾപ്പെടെ കേരളം വലിയ ചർച്ചയാക്കി. ഇതിന്റെ തുടർച്ചയാണ് തൃത്താലയിൽ മസ്ജിദിൽ സംഭവിച്ചത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.